ഇപ്പം ഇത്രയും പ്രൊഡക്ഷനെ സ്നേഹിക്കുന്നു പറഞ്ഞ സാൻഡ്ര ശരിക്കും പറഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഒരു ബ്രേക്ക് എടുക്കുകയാണ്. എങ്ങനെയായിരുന്നു ആ ബ്രേക്ക് എടുത്തേക്കാം എന്ന് വിചാരിച്ചത്, അതോ അത് വന്നു ചേരുകയായിരുന്നു? അത് ഞാൻ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ ബ്രേക്ക് എടുത്തേക്കാം എന്ന് വെച്ചാൽ സിനിമ ഞാൻ മടുത്തു, എനിക്ക് സിനിമ ഇനി വേണ്ട എന്നുള്ള ഇതിലാണ്. സിനിമ വേണ്ട, ഫ്രൈഡേ ഫിലിം ഹൗസും വിട്ടുകൊടുത്ത് ഞാൻ എൻ്റെ വഴിക്ക് പോവാം. ഞാൻ വിചാരിച്ചത് പശുവിനെ വളർത്താം. പോത്ത് അപ്പൊ ആ സമയത്ത് പോത്തിനൊക്കെ നല്ല മാർക്കറ്റ് ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ വേറൊരു ഇൻഡസ്ട്രി, വേറൊരു സാധനം, അവങ്ങനെ വേറെ പല പല സാധനങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ച് മാറും. പക്ഷെ അത് നടന്നില്ല എന്ന് മാത്രല്ല, ഞാനപ്പോൾ കുറെ നാള് ഇപ്പൊ ഡെയിലി 10-30 ആൾക്കാരെ കണ്ടുകൊണ്ടിരുന്ന അവർ കഥ എടുക്കുന്നു, അത് ഇങ്ങനെ തിരക്കായിട്ടിരുന്ന ഞാൻ ഒറ്റയടിക്ക് സ്വിച്ച് ചെയ്ത് ഒരാളുമില്ലാതെ വീട്ടിലിരുന്ന് നെറ്റ്ഫ്ലിക്സും കണ്ട് ടിവിയും കണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുക, കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുക, വെറുതെ ഇരിക്കുക. കുറച്ച് ദിവസം ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പ്രഗ്നന്റ് ആയപ്പോൾ മുതലാണ് എനിക്ക് ഹോർമോണൽ ചേഞ്ചസ് വരാൻ തുടങ്ങി. അപ്പം മുതൽ എനിക്ക് ഭയങ്കരമായ, പക്ഷെ എനിക്ക് സിനിമ വരണമെന്ന് അപ്പോഴും തോന്നുന്നില്ല, സിനിമ ചെയ്യണമെന്ന് തോന്നുന്നില്ല. എനിക്കൊന്നും ഡിപ്രഷൻ ആവുന്നുണ്ടായിരുന്നു. അതായത് വെറുതെ വിഷമം വരിക, ആളുകളോട് തട്ടിക്കേറുക, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഇതൊക്കെ എനിക്ക് ആ പ്രഗ്നൻസി പീരീഡ് എനിക്ക് ഭയങ്കര സ്ട്രഗ്ലിങ് പീരീഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം കുറെ നാള് ഈ പോസ്റ്റ്മോർട്ടവും നിന്നു കുറച്ചു നാള്. അതും കൂടെ കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഞാനൊന്ന് സ്റ്റേബിളായി. ഇതെല്ലാം കഴിഞ്ഞപ്പം കാര്യം എനിക്ക് തോന്നുന്നു എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ലൈഫിന്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസും കണ്ട് എല്ലാ സ്റ്റേജസിലൂടെയും പോയി. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നൊരു ലാൻഡ് ചെയ്തിട്ട് ഇനി എന്താ ചെയ്യണം എന്ന് പറഞ്ഞതിന് കുറച്ചുകൂടെ ഒന്ന് ഇവോൾവ് ആയി പല കാര്യങ്ങളിലും. അതായത് തങ്കത്തിന്റെയും കുൽസിന്റെയും വരവിന് ശേഷം അവര് വന്നതിന് ശേഷം ഒത്തിരി കാര്യങ്ങളിൽ അവര് തന്നെ തിരിച്ചു ചോദിക്കുന്ന ചില കാര്യങ്ങൾ തിരിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പം ഞാൻ അവര് എന്നോട് ചോദ്യം ചെയ്യുന്ന പിള്ളേരായിട്ട് തന്നെയാണ് വളർത്തിയേക്കുന്നത്. അപ്പം എന്നെ ചോദ്യം, അമ്മേനെ എന്തിനാ അങ്ങനെ ചോദിച്ചു, അമ്മയ്ക്ക് എന്തും ചെയ്യാന്നുള്ളൊരു സാധനം ഇല്ല. അപ്പം തിരിച്ചു ചോദ്യങ്ങൾ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കുഞ്ഞാണെങ്കിലും അവര് വേറൊരു പേഴ്സ്പെക്റ്റീവിൽ നിന്നിട്ടാ ചിന്തിക്കുന്നത്. സാധാരണ ഒരു സൊസൈറ്റിയുടെ കണ്ടീഷനിങ് ഇല്ലാത്ത കുട്ടികളാ. ആ കുഞ്ഞുങ്ങള് അവരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നിട്ടാണ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് കൊട്ടു കിട്ടുന്ന പോലാണ് ചില കാര്യങ്ങൾ വരിക. അപ്പൊ ഞാൻ ശരിയാണല്ലോ അങ്ങനെയാണ് എന്നിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഒത്തിരി ചേഞ്ചസ് എന്നിൽ വന്നു. ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. കുറച്ചും കൂടെ എനിക്കൊന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറയുന്നൊരു സാധനം എനിക്കുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ക്വിക്ക് ഡിസിഷൻ മേക്കർ ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ അപ്പൊ തന്നെ അത് വേണ്ട, അല്ല അത് ചെയ്യണ്ട, അല്ലെങ്കിൽ അല്ല അത് ചെയ്തോ എന്ന് പറയായിരുന്നു. പിന്നെ അതിന്റെ മുകളിലൊരു ഡിസ്കഷൻ ഇല്ല. അങ്ങനെയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഒരു 2-3 വട്ടം ആലോചിക്കും, വേണോ അത് ചെയ്യണോ, ഓക്കെ അത്, അല്ല ഇവർക്കത് പ്രശ്നമാവും, അല്ല അവർക്കത് പ്രശ്നമാവും, അല്ല ആർക്കും കുഴപ്പമില്ലാത്തൊരു സാധനം, അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പൊ ആലോചിക്കുക. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല.